മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ, ഇവിടെ ഇപ്പോൾ സമ്മർ ടൈം ആണെങ്കിലും ഭയങ്കര മഴയാണെന്ന്. അന്ന് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു മഴയുടെ. പക്ഷെ ഇപ്പം അങ്ങനെ അല്ല കേട്ടോ. 3-4 ദിവസമായിട്ട് ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. ദിവസവും ഒരു 29-30 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. പുറത്തോട്ട് ഇറങ്ങാനേ പറ്റില്ല വെയിൽ കാരണം, അത്രയ്ക്ക് ചൂടാട്ടോ. പിന്നെ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ അകത്ത് നമുക്ക് അത്രയും ചൂട് ഫീൽ ചെയ്യില്ല. പ്രത്യേകിച്ച് നമ്മുടെ ബെഡ്റൂമിലും അതുപോലെ തന്നെ ബാത്റൂമിലും അവിടെയാണ് ഇച്ചിരിയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നത്. പിന്നെ അടുക്കളയിൽ നമ്മൾ ഇടക്കിടക്ക് പാചകമൊക്കെ ചെയ്യുന്നത് കാരണം ഇച്ചിരി ചൂടൊക്കെ ഉണ്ടാവും. എന്നാൽ അടുക്കളയിൽ നമ്മൾ അധികം നേരം ഇരിക്കില്ലല്ലോ, കൂടുതലും ബെഡ്റൂമിലായിരിക്കുമല്ലോ. പിന്നെ കട്ടിലെ തന്നെ ഒരേ പൊസിഷനിൽ കിടക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ടിരിക്കാം. എന്നാലും ഒരു റൂമിൽ നിന്ന് വേറെ റൂമിലോട്ട് പോകുമ്പോഴും നമുക്ക് ആ ചൂടങ്ങ് ഫീൽ ചെയ്യും കേട്ടോ. ഞാൻ ഈ ചൂടത്ത് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ നാട്ടിൽ എങ്ങനെയാണ് അത്രയും വലിയ ചൂടിൽ നിന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നു കേട്ടോ. ഞാനിങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ ചൂടിച്ചിരി കൂടിയപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞായിരുന്നു, നേരത്തെ പോയത് നന്നായി, ഇല്ലായിരുന്നു ഞങ്ങളെയും കൂടെ പ്രാന്ത് പിടിപ്പിച്ചേനേന്ന്. കാരണം എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, എനിക്ക് ചൂട് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഇച്ചിരി ചൂടങ്ങ് എടുത്തു കഴിഞ്ഞാൽ എനിക്കങ്ങ് പ്രാന്ത് പിടിക്കും. അപ്പോൾ ഞാൻ കൂടെ ഉള്ളവരെയും കൂടെ പ്രാന്ത് പിടിപ്പിക്കും കേട്ടോ. ഇവിടെ ഇപ്പോൾ സ്റ്റെഫി മാത്രമേ കൂടെ ഉള്ളൂ. അവൾക്കും എൻ്റെ ഈ സ്വഭാവമുണ്ട്, ചൂടവൾക്ക് സഹിക്കാൻ പറ്റില്ല. അത് കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കേട്ടോ പ്രാന്ത് പിടിക്കുന്നത്. പിന്നെ നാളെ ഓഫായത് കാരണം ഇന്ന് ഇച്ചിരി ലേറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. കാരണം അല്ലെങ്കിൽ വിശന്നിട്ടെങ്ങനെ രാവിലെ എണീറ്റാലോ എന്ന് വിചാരിച്ചാട്ടോ. ഇങ്ങനത്തെ ആർക്കെങ്കിലും സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ രാത്രിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് കറിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഒരു മുട്ട വറുക്കാമെന്നൊക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ അകത്തോട്ട് വന്നത്. പക്ഷേ ഞാൻ അപ്പോഴേക്ക് വിചാരിച്ച് എന്നാൽ പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് മുട്ട വറുക്കാമെന്ന്. അങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന രീതിയിൽ മുട്ട വറുക്കാൻ നോക്കി മൊത്തം കുളമായിപ്പോയി കേട്ടോ. പിന്നെ വേറെ എൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഈ പൊടികളൊക്കെ ഇടുന്ന സമയത്ത് കബോർഡ് തുറന്നു കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൽ കണ്ട പൊടിയെല്ലാം ഞാൻ വാരി അതിൻ്റെ അകത്തോട്ടിടും. അതങ്ങനെ ഇടരുതെന്ന് എനിക്കറിയാം, എന്നാലും ആ സമയത്ത് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് എല്ലാ പൊടിയും വാരി ഇടണം. അങ്ങനെ തന്നെ അത് ഒരു കുളമാകും. ആവശ്യമുള്ള പൊടി ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് ഇച്ചിരി എനിക്ക് ടേസ്റ്റ് ഉണ്ടാവും. അല്ലെ തന്നെ ഞാൻ ഉണ്ടാക്കണ എല്ലാം ഫ്ലോപ്പായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ പരിപാടികളും കൂടെ കാണിച്ചാലോ. അപ്പം മുട്ട വറുത്ത എന്തായാലും ഫ്ലോപ്പായി. എന്നാൽ പിന്നെ കുറച്ച് ഉള്ളിയും മുളകും കൂടി ഇടിക്കാമെന്ന് വിചാരിച്ച്. ഉള്ളിയില്ലായിരുന്നു, അത് കാരണം സവോളയൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. കൂട്ടത്തിൽ ഇത് മാത്രമേ ഇച്ചിരിയെങ്കിലും ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. മുട്ട വറുത്തത് എന്തായാലും ഫ്ലോപ്പായി പോയല്ലോ. പിന്നെ ഇന്നലത്തെ കുറച്ച് കൊഴുവയുടെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നല്ല സൂപ്പർ സാധനമാണെന്ന്. പിന്നെ അവൾ നേരത്തെ കഴിച്ചിട്ട് കിടന്നു, അത് കാരണം അവളുടെ ചീത്തവിളി എനിക്ക് കേൾക്കില്ല. എനിക്ക് മാത്രമേ ഇത് കഴിക്കാനുള്ളൂ. പിന്നെ കൂട്ടത്തിൽ ഭേദം ആ ഉള്ളിമുളക് തന്നെ കേട്ടോ. മര്യാദക്കൊരു മുട്ട വറുത്തിരുന്നെങ്കിൽ മര്യാദക്ക് ഇച്ചിരിയെങ്കിലും ടേസ്റ്റും ഒരു ഇച്ചിരി മര്യാദക്ക് ചോറും കഴിക്കാമായിരുന്നു. ഇത് പക്ഷേ എല്ലാം കൂടെ കാണിച്ച് വെച്ച് കുളമാക്കിയെടുത്ത്. ഒരു യൂട്യൂബെങ്കിലും നോക്കിയിരുന്നെങ്കിൽ വല്ല എൻ്റെ മനസ്സിലുള്ള ആ ഒരു മുട്ട വറുത്തത് റെഡിയാക്കി എടുത്തേനെ. പക്ഷേ മനസ്സിലുള്ളത് വെച്ച് എപ്പോൾ ചെയ്താലും ഇങ്ങനത്തെ പരിപാടിയാണ്. പിന്നെ അതറിയാമല്ലോ, നിങ്ങൾ തന്നെ വീഡിയോസിലൂടെ കണ്ടിട്ടുണ്ട് എൻ്റെ ഫ്ലോപ്പുകളെല്ലാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.